പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ എൻ്റെ കുടുംബമായിട്ട് വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ നന്ദി പറയുന്നു. എൻ്റെ പേര് സാൻഡ്ര സബിൻ. എൻ്റെ ആദ്യത്തെ ഉടമ്പടി നിയോഗം, ഞാനൊരു ബേസിക്കലി ഒരു നേഴ്സാണ്. അപ്പോൾ UK ഞാൻ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്കറിയാം എൻ്റെ ഒരു കഴിവ്, എബിലിറ്റിയൊക്കെ. അപ്പോൾ OET ഒക്കെ എത്ര തവണ ഈ പിള്ളേരെ വെച്ചുകൊണ്ട് എനിക്കൊത്തിരി ടൈം വേണ്ട ആളാണ് പഠിക്കാനൊക്കെ. അപ്പോൾ ഒരു ഓൺലൈൻ കോഴ്സിന് ജോയിൻ ചെയ്തായിരുന്നു. പക്ഷേ ആ ബുക്കുകൾ പോലും എനിക്ക് മുഴുവനായിട്ട് വായിക്കാനൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല. മുഴുവനായിട്ട് പോയിട്ട് പകുതി പോലും ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഒരു തവണ OET എഴുതി ഒരു മൊഡ്യൂൾ മാത്രം പാസ്സായി, ഒരു 2 മന്ത് കോഴ്സ് എടുത്തിട്ട്. അപ്പം ഞാൻ അന്ന് ആ OET സെൻറ്ററിൽ പോയപ്പോൾ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഇനി ഇവിടെ വരാൻ ഇടയാക്കരുതെന്നാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ അമ്മ അത് സാധിച്ചു തന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ നിയമം മാറ്റിയിട്ട് തന്നെയാണ്. കാരണം UK പുതിയ റൂള് വന്നു. ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റൊക്കെ ആണെങ്കിൽ നമ്മുടെ എംപ്ലോയർ നമ്മളെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് NMC പിൻ നമ്പർ കിട്ടുമെന്നും പറഞ്ഞു. അപ്പോൾ അമ്മ അത് വേറെ രീതിയിൽ ഇടപെടുകയാണ് ചെയ്തത്. അപ്പം ടൈം ഷോർട്ടനിങ് തന്നെയാണ് നടന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്ന. ഉടമ്പടിയുടെ ഒരു ഫീച്ചറാണ് ടൈം ഷോർട്ടനിങ്. കാരണം ഒത്തിരി നാൾ OET ഒക്കെ എഴുതുവാണെങ്കിൽ എനിക്കറിയാം എത്ര തവണ എഴുതേണ്ടി വരുന്നത്. പക്ഷേ അമ്മ അത് സാധിച്ചു തന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധ